സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന കേരളത്തിന് ആശ്വാസം. സംസ്ഥാന സർക്കാരിന് 6000 കോടി കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി. വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ് അധിക വായ്പയ്ക്ക് അനുമതി നൽകിയത്. 5190 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നേരത്തെ കേന്ദ്രം നൽകിയിരുന്നു. പാഠപുസ്തകം നേരത്തെ പുറത്തിറക്കിയതിൽ പ്രശ്നമില്ലെന്നും എല്ലാത്തിനും ചോർച്ച എന്ന വാക്ക് ഉപയോഗിക്കേണ്ടതില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പാഠ്യപദ്ധതിയാണ് ഈ വർഷം പരിഷ്കരിച്ചത്. 16 വർഷത്തിന് ശേഷമാണ് പാഠപുസ്തകം പരിഷ്കരിച്ചതെന്നും അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുടുംബം തകരാൻ കാരണമായി എന്നതിന്റെ വൈരാഗ്യത്തിലാണ് ചെന്താമര സുധാകരനെ കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് സമൻസ് അയച്ച് CBI കോടതി. അടുത്ത മാസം 25-ന് കൊച്ചിയിലെ CBI കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം. 6 കുറ്റപത്രങ്ങളിലാണ് CBI ഇരുവരെയും പ്രതി ചേർത്തത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഫാക്ടർ അല്ലെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. അൻവർ വലതുപക്ഷത്തിന്റെ കളിപ്പാവയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. തങ്ങളുമായി സഹകരിക്കുന്ന സഹയാത്രികരെ കൂടെ നിർത്തുമെന്നും VP അനിൽ പറഞ്ഞു. കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ 1-ാം പ്രതി ആകാശിന് ജാമ്യമില്ല. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. പരീക്ഷ എഴുതേണ്ടതിനാൽ ജാമ്യം നൽകണമെന്നായിരുന്നു ആകാശിന്റെ ആവശ്യം. എന്നാൽ ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ല. തിരുവനന്തപുരത്തെ IB ജീവനക്കാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിർണായക കണ്ടെത്തലുമായി പോലീസ്. മേഘ IBയിലെ ജോലിക്കാരനായ യുവാവുമായി പ്രണയത്തിലായിരുന്നു. യുവാവ് ബന്ധത്തിൽ നിന്നും പിന്മാറിയിരുന്നു. അതിന്റെ മനോവിഷമത്തിൽ മേഘ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ BJP മുൻ ഏരിയ പ്രസിഡന്റ് V ഗിരീഷിനെ അറസ്റ്റ് ചെയ്തു. പങ്ങാരപ്പള്ളി ദേശക്കാരൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഗിരീഷ് വേലയ്ക്കും വെടിക്കെട്ടിനുമെതിരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ അയച്ചിരുന്നു. തുടർന്നായിരുന്നു അറസ്റ്റ്. വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം RSS ഏറ്റെടുക്കുകയാണെങ്കിൽ രാജ്യം തകരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യ സഖ്യത്തിലെ വിവിധ കക്ഷികൾക്ക് അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിലും നയങ്ങളിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂടുകൾ സംരക്ഷിക്കാൻ അചഞ്ചലമായി ഉറച്ചു നിൽക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ബസ്താർ മേഖലയിൽ നടത്തിയ നക്സൽ വിരുദ്ധ ഓപ്പറേഷനിൽ 3 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നതായി പോലീസ്. ബീജാപ്പൂർ ജില്ലകളിലെ അതിർത്തി പ്രദേശത്ത് ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. മൃതദേഹങ്ങൾക്ക് പുറമെ തോക്കുകളും സ്ഫോടന വസ്തുക്കളും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓസ്കാർ പുരസ്കാര ജേതാവായ പലസ്തീൻ സംവിധായകനെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തതായി ആരോപണം. നോ അതർ ലാൻഡ് എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ഹംദാൻ ബല്ലാരിനെയാണ് ഇസ്രായേൽ സൈന്യം പിടികൂടിയത്. വെസ്റ്റ് ബംഗാളിലെ ഗ്രാമങ്ങളുടെ മോശം അവസ്ഥയെപ്പറ്റി വിവരിക്കുന്ന ഡോക്യുമെന്ററിയാണ് നോ അതർ ലാൻഡ്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഷില്ലോങ്ങിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-ന് മത്സരം ആരംഭിച്ചു. 2 വർഷത്തിന് ശേഷം സൗദി അറേബ്യ വേദിയാകുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ യോഗ്യത ലക്ഷ്യമിട്ടാണ് ടീം ഇന്ത്യ ഇന്ന് ബൂട്ടണിയുന്നത്.